ഡി സി മൂവി കണ്ടു. ലോകേഷ് കനകരാജ് ആസ് ആൻ ആക്ടർ, പുള്ളി ഒരു ആക്ടർ കൂടിയാണ് എന്ന് പറയുന്ന രീതിയിലൊരു പടമാണ്. എന്ന് വെച്ചിട്ട് വലിയൊരു ആക്ടിങ് രീതിയിൽ ഒന്ന് കാണിക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ലാതാണ്. ഡി സി ദേവദാസ് ചന്ദ്ര ഇതിൻ്റെ ഷോർട്ടായിട്ടാണ് ഡി സി എന്നിട്ട് വന്നത്. ഇതൊരു ബംഗാളി നോവൽ, ദേവദാസ് എന്ന് പറഞ്ഞൊരു ബംഗാളി നോവലിനെ ആസ്പദമാക്കിയിട്ട് അരുൺ മതേശ്വരൻ, പുള്ളി തന്നെയാണ് സ്ക്രീൻ പ്ലേയും ഡയലോഗുകൾ എഴുതിയ സ്റ്റോറിയും എല്ലാം പുള്ളിയുടെ തന്നെയാണ്. പുള്ളി ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞ നേരത്തെ ഒരു പടം ധനുഷിനെ വെച്ച് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി വേറെ 2-3 പടം ഉണ്ടെന്ന് തോന്നുന്നു അരുൺ മതേശ്വരൻ്റെ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നത് ഈ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. ഇപ്പം തമിഴ് സിനിമയിൽ എല്ലാ മൂവീസും ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ വിജയിക്കുമെന്നുള്ള രീതിയിൽ കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ധനുഷ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള രായ് എന്ന് പറഞ്ഞ മൂവി, പിന്നെ വിക്രമിൻ്റെ വീരദൂരസൂരൻ എന്ന് പറഞ്ഞ മൂവി, പിന്നെ സുക്രിയയുടെ റെട്രോ, ഇങ്ങനെയെല്ലാം ഭയങ്കര വയലൻസും ആയിട്ടുള്ള മൂവീസാണ്. ഇതിൻ്റെ എല്ലാം സംഭവം വയലൻസ് വേറെ ഒന്നുമല്ല. സ്റ്റോറി ഉണ്ടോയെന്ന് ചോദിച്ചാൽ സ്റ്റോറി ഉണ്ട്. പക്ഷേ അത് നമുക്ക് കാണാൻ തോന്നുന്ന രീതിയിൽ, മേക്കിങ് ചെയ്യുന്ന രീതിയിൽ എല്ലാം മാറ്റമുണ്ട്. ഓരോ പടത്തിലും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ഈ പടത്തിലേക്ക് വരുവാണെങ്കിൽ ഈ പടം ഇങ്ങനെ ഇപ്പം തിയേറ്ററിൽ ബ്ലാസ്റ്റ് ചെയ്ത്, അതായത് തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ നിൽക്കാനുള്ള രീതിയിൽ ഈ പടം നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ ഒരാളേ ഉള്ളൂ. ഒരാൾ മാത്രം വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഈ പടം ഇപ്പം തിയേറ്ററിൽ ഈ രീതിയിൽ കളിക്കുന്നത്. വേറെ ആരുമല്ല, അത് അനിരുദ്ധാണ്. അനിരുദ്ധ് ഇല്ലെങ്കിൽ ഈ പടം വേറെ ഏത് മ്യൂസിക് ഡയറക്ടർ, എനിക്ക് തോന്നുന്നില്ല വേറെ ഏത് മ്യൂസിക് ഡയറക്ടർ ചെയ്താലും ഈ പടം ഈ രീതിയിൽ വിജയിക്കുമായിരിക്കും. പക്ഷേ പടം ഇപ്പം പോകുന്ന രീതിയിൽ പോവില്ല എന്നെനിക്ക് 100% പറയാൻ പറ്റും. കാരണം ആ രീതിയിലാണ് അനിരുദ്ധ് ആ പടത്തിനെ എലിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മ്യൂസിക് ഇല്ലാത്ത പടം കണ്ടിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. ഓരോ ഇതിലും കൊടുത്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പോഴും ചെവിയിൽ ഇങ്ങനെ കേട്ടോ, താൻ തിത്തം, ആ സംഭവം ഒരു മ്യൂസിക് കൊടുത്തിരിക്കുന്ന സംഭവം, അത് എങ്ങനെ കൊടുക്കണം, എവിടെ കൊടുക്കണമെന്ന് പുള്ളിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു മ്യൂസിക്കിൻ്റെ ഇതിൽ തന്നെ നമുക്കൊരു ഗൂസ്ബംസ് കാര്യങ്ങൾ വരും. അല്ലാതെ അതിനകത്തുള്ള കഥയോടെ ഇതോ ആക്ടിങ്ങിൻ്റെ ഭയങ്കര ഇതോ ഒന്നുമല്ല. വേറെ ഇപ്പം ഞാൻ പറയാം, വീരദൂരസൂരൻ ജീവിയാണ് ചെയ്തത്, റെട്രോ ജീവിയാണ് ചെയ്തത്. പക്ഷേ നമുക്കതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ചിലയിടങ്ങളിൽ കിട്ടുന്നില്ല എന്നല്ല, പക്ഷേ ഫുൾ മൂവി അങ്ങനെ കണ്ടിരിക്കണമെങ്കിൽ അതിന് മ്യൂസിക്കിന് വല്ലാത്തൊരു പ്രാധാന്യമുണ്ട്. ഈ മൂവി പ്രത്യേകിച്ച്, ഈ മൂവിക്ക് മ്യൂസിക്കില്ലാതെ, അനിരുദ്ധിൻ്റെ മ്യൂസിക്കില്ലാതെ ഈ മൂവി പൂർണ്ണമാവില്ല. എന്തായാലും ഒരു ഗ്യാങ്സ്റ്റർ മൂവി എന്നുള്ള രീതിയിൽ പറയാം. പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാണാത്തൊരു കുറേ പേര് കാണും. നിങ്ങൾ വലിയ സംഭവമൊന്നും പ്രതീക്ഷിച്ച് പോയേക്കില്ല, ഫുൾ വയലൻസാണ്. വെറുതെ ഒരു ആക്ഷൻ മൂവി കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിത്ത് അനിരുദ്ധ് മ്യൂസിക്, ഈ അനിരുദ്ധ് മ്യൂസിക് ഈ സിനിമയിൽ ഇത് കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ ഇരുന്ന് തന്നെ കിട്ടണം. പുള്ളി അരുൺ മഹേശ്വരൻ ഡയറക്ടർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ ലോകേഷ് കനകരാജ് ആക്ടറാണ്, പക്ഷേ പുള്ളിയുടെ ആക്ടിങ് സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നൊന്നുമില്ല. ഒരു ജസ്റ്റ് ആക്ഷൻ ഓറിയൻറ്റഡ് മൂവി ആണെങ്കിൽ ഒരേ ഭാവം ഒരേ സംഭവങ്ങളാണ് ഇതിനകത്ത് വരുന്നത്, അല്ലാതെ വലിയ സംഭവങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. വാമികാബി ഒരു വെറൈറ്റി രീതിയിൽ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. പലർക്കും പല അഭിപ്രായമായിരിക്കാം. ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. ഒരു വാച്ചബിൾ മൂവിയാണ്. വൺ ടൈം അല്ല, ചിലപ്പോൾ മ്യൂസിക് കേട്ടുകൊണ്ട് പിന്നെയും കാണാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു മൂവി തന്നെയാണ്. മ്യൂസിക് ഇല്ലെങ്കിൽ സിനിമയില്ല. ഇത് അനിരുദ്ധിൻ്റെ പടമായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ പടങ്ങളല്ല, ഇപ്പം രായൻ, വീരദൂരസൂരൻ, റെട്രോ, ഇതെല്ലാം വെറും ഗ്യാങ്സ്റ്റർ മൂവീസ് തന്നെയാണ് ഇതൊക്കെ. ഇതിനെ വ്യത്യസ്തമാക്കുന്നത് അനിരുദ്ധ് മാത്രമാണ്. അനിരുദ്ധിൻ്റെ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ്